ബഹുമാനിയായ സ്വപ്ന സൂസൻ അവരുടെ ക്ഷണിച്ചോളും. ഞങ്ങളുടെ പ്രതിഷേധം ആരംഭിക്കാണ്. ഒരു നിമിഷം മൗനം. നമ്മുടെ ഈ പ്രതിഷേധത്തിലേക്ക് സ്വാഗതം ആശംസിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അവരുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ, ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CB താഴത്തിലത്ത്, ബഹുമാനപ്പെട്ട ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് AK ലാലു, ബഹുമാനപ്പെട്ട റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഭദ്രൻ കല്ലേക്കൽ, റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഷാജി, അതുപോലെ തന്നെ MM വിജയൻ, വാർഡ് വലിയകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റജി, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 2ാം വാർഡ് പ്രസിഡന്റ് കുമ്പോന്തറ ജോൺ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ജണ്ട അത്തിക്കയം റോഡ് വളരെ നാളുകള് ഗതാഗത യോഗ്യമല്ലാതായി കിടന്ന് ആൾക്കാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. 4 കോടി രൂപ മുടക്കിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിൽ പണിയുന്ന റോഡ് എന്ന് പൊട്ടിഘോഷിച്ചുകൊണ്ട് റോഡിന്റെ പണി പൂർത്തീകരിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, റോഡ് പണി അവസാനിക്കുന്നതിന്റെ മുൻപിൽ തന്നെ ആരംഭ ഭാഗം പൊളിയാൻ തുടങ്ങി. ഈ അടുത്ത കാലത്തേക്കും നമ്മുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് പൊട്ടിപ്പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ റോഡിന്റെ നിർമ്മാണത്തിലെ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 4 കോടിയിലെ പകുതി പോലും നിർമ്മാണത്തിൽ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ച് സമഗ്രമായി ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം കൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് വലിയകുളം നേതൃത്വത്തിൽ പ്രദേശവാസികളായ റോഡിന്റെ ഗുണഭോക്താക്കൾ ഓഫീസിന് മുന്നില് ഈ ധർണ സമരം, പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് അംഗം സ്വപ്ന സൂസനാണ്. ഔപചാരികയുടെ പേരിൽ അധ്യക്ഷയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CB താഴത്തിലത്ത്, അദ്ദേഹം ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഈ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ വാർഡ് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് 2 വാർഡ് 3 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും സംയുക്തമായി ചേർത്തുകൊണ്ട് സമർപ്പിച്ച പരാതി, ആ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ഈ അന്വേഷണം ഒന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ റോഡ് നിർമ്മാണത്തിലെ അഴിമതിയും അപാകതകളും ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുക്കുകയും ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ CB താഴത്തിലത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ധർണയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഭദ്രൻ കല്ലേക്കൽ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ കുരിശിങ്കൽ ഇവിടെ എത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഷാജി ഫതാലി ഇവിടെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ദളിത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് AK ലാലു, അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വലിയകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റജി, അതുപോലെ തന്നെ 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോൺ തുമ്പോന്തറയിൽ, MM വിജയൻ, INTUCയുടെ നേതാവ് PK ബിജു തുടങ്ങിയ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി റോഡ് ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ആദ്യം മുതൽ തന്നെ ബന്ധപ്പെട്ടവർക്ക് പരാതിയും മറ്റും സമർപ്പിച്ച ഈ ആക്ഷൻ കൗൺസിൽ, റോഡ് ആക്ഷൻ കൗൺസിൽ, അതിന്റെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. ആ ടാറുകേടനം കുഴിഞ്ഞ് ആ വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷം. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി സ്വപ്ന സൂസൻ ജേക്കബും മേഴ്സി ജോണും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്നല്ലേ ഞാനും ചേർന്ന് AXയുടെ മുമ്പാകെ പരാതി നൽകി. ആ പരാതി നൽകി ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി ലഭിച്ചു AXയുടെ ഓഫീസിൽ നിന്ന്. അത് ഈ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാർക്ക് ഞാൻ നൽകിയിരുന്നു. എന്താണ് ആ മറുപടി? ഈ റോഡിലെ ടാറിംഗ് നടത്തിയത് യാതൊരു ക്രമക്കേടുമില്ല, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് യാതൊരു നടപടിയുടെയും ആവശ്യമില്ല എന്ന് AXയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് മറുപടി ലഭിച്ചു. അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റാന്നിയുടെ MLA അദ്ദേഹം പറയുന്നത് അദ്ദേഹവും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഇപ്പൊ ചോദിക്കുന്നു, എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ കൊടുത്ത പരാതിക്ക് മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും റാന്നിയുടെ MLA കൊടുത്ത പരാതിക്കും മറുപടി ലഭിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ലഭിച്ച മറുപടി ഞാൻ നൽകിയതുപോലെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് നൽകുവാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു പരാതി നാളിതുവരെ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മറുപടി ലഭിക്കാത്തതെന്ന് ഞാൻ പറയുന്നു. ഉണ്ടെങ്കിൽ അദ്ദേഹം കാണിക്കണം. അദ്ദേഹം നൽകിയ പരാതി, അദ്ദേഹത്തിന് കിട്ടിയ മറുപടി. ഇവിടെ ഇന്നലെ നമ്മൾ ഈ ശനിയാഴ്ച നോട്ടീസ് നൽകി ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ ഇന്നലെ രാവിലെ വന്ന് കരാറുകാരൻ അവിടെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ 4 മണിക്ക് റാന്നിയുടെ MLA ഞാനും പ്രിയപ്പെട്ട സ്വപ്ന സൂസൻ ജേക്കബും റോഡ് ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാരും CPMന്റെ ചില പ്രതിനിധികളെ വിളിച്ച് ചർച്ച നടത്തി. അവിടെ AXയും ഉണ്ടായിരുന്നു. അപ്പോൾ MLA ഞങ്ങളോട് പറയുന്നത് നമുക്ക് ഒരുമിച്ചൊന്ന് ഇരുന്നിട്ട് ഈ കാര്യത്തിൽ പണി ആരംഭിക്കാം. ഞങ്ങൾ ചോദിച്ചു, MLA അപ്പോൾ ഇന്ന് രാവിലെ പണി ആരംഭിച്ചത് എങ്ങനെ? MLA അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അറിഞ്ഞില്ല. AX പറയുന്ന അദ്ദേഹം അറിഞ്ഞില്ല. AE പറയുന്ന അദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ AXയോട് ചോദിച്ചു, നിങ്ങൾ അറിയാതെ PWD റോഡുകൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഒരു കോൺട്രാക്ടറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നുമ്പോൾ വന്ന് പൊളിച്ചു പറയാനൊന്നും പറ്റില്ല. AXയുടെ അനുമതി വേണം, AEയുടെ ഓവർസിയറുടെ സാന്നിധ്യം വേണം. ഇവരുടെ ആരുടെയും സാന്നിധ്യമില്ലാതെ ഈ റോഡ് പൊളിച്ചത് എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനത്തിനെതിരെ റാന്നി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറാവ്? അതിനവർ തയ്യാറല്ല. അപ്പോൾ അവർ വിചാരിച്ചു റോഡ് പണി തുടങ്ങിയാൽ ഇതിലെ അഴിമതി ഇല്ലാതാകും, നാട്ടുകാരുടെ പ്രക്ഷോഭം ഇല്ലാതായിന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ ഇതങ്ങനെ പ്രക്ഷോഭം ഇല്ലായ്മയാകുകയില്ല. ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി കിട്ടുകയും ചെയ്യണം. അതോടൊപ്പം ഈ റോഡ് പണിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അഴിമതി പുറത്തു കൊണ്ടുവരണം. വെല്ലിയോളം നിവാസികളെ സംബന്ധിച്ചിടത്തോളം റോഡ് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ അന്വേഷണമോ ഈ പരിശോധനയുടെയോ എന്തെങ്കിലും ഒരു ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ വിവരാവകാശ നിയമപ്രകാരം ഇത്തരത്തിൽ നടന്ന പരിശോധന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചു. ഒരു തരത്തിലുള്ള റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇവിടെ റേഷൻ കടയുടെ പണിയുടെ ഭാഗത്ത് പൊളിച്ചു നീക്കി ആരോട് അനുമതി ചോദിച്ചാലോ പുതുതായി അവർ ടാർ ചെയ്തു.
അവിടെ പൊളിച്ചു നീക്കിയപ്പോൾ നമ്മൾ അളവെടുത്തു 14 mm മാത്രമാണ് അവിടെ ടാറിങ്ങിന്റെ കട്ടി. എത്ര MM-ലാണ്? 40 MM-ലാണ് ഈ ടാർ ചെയ്യണമെന്നുള്ള എഗ്രിമെന്റ്, ഈ കോൺട്രാക്ട് എന്ന് ഓർക്കണം. 40 mm-ൽ ടാർ ചെയ്യണമെന്നുള്ള വ്യവസ്ഥയിൽ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് 14 mm തലത്തിൽ മാത്രമാണ് എന്ന് ചിന്തിക്കണം. ഇതെന്തൊരു തട്ടിപ്പാണ്! ഇവിടെ 1 കിലോമീറ്റർ നീളത്തിൽ ഇടവിട്ട് കോഡ് ടെസ്റ്റ് നടത്തി 2-3 ദിവസത്തിനുള്ളിൽ ആ കോഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിസൾട്ട് ഇവിടെ ലഭ്യമാകേണ്ടതാണ്. അതും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് ഓർക്കണം. ആ കോഡ് ടെസ്റ്റ് നടത്തിയെടുത്ത് 40 mm കുറവുള്ളിടത്ത് ഈ ടാറിങ് പൊളിച്ച് അവിടെ വീണ്ടും ടാർ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ അവർ പറയുന്നത് WMM മെക്കാൻഡം ഇട്ട സ്ഥലത്ത് അവിടെ മാത്രം അതിനെന്തോ കുഴപ്പമുണ്ട് എന്നറിയാം. WMM എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മെറ്റല്, സിമെന്റ്, അതുപോലെ തന്നെ ചെറിയ തോതിൽ ഇന്ന് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് അത് വന്ന് ലെവൽ ചെയ്യേണ്ടതായിട്ട് അത് 20 സെന്റിമീറ്ററിലാണ് ആ റോഡിൽ ചെയ്യേണ്ടത്. അത് അവിടെ ചെയ്തിട്ടില്ല. എവിടുന്നോ കൊണ്ടുവന്ന പാറ അവിടെ ഇട്ട് അത് നിരത്തിയതിനു ശേഷം അതിന് മുകളിലൂടെ ടാർ ചെയ്തിരിക്കുന്നു. അത് ക്ലേ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ WMM പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് ബാക്കി ടാറിട്ടെടുത്ത് 40 mm കുറവുള്ളിടം അത് നീക്കം ചെയ്ത് അവിടെ റീടാർ ചെയ്യണമെന്നാണ് ഇവിടെ കോൺഗ്രസിന്റെ ആവശ്യം, അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമെന്ന് ഞാൻ ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 4 കോടി രൂപയുടെ ഒരു വർക്ക് എടുത്ത് 4 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അത് പൊട്ടിപ്പൊളിഞ്ഞു പോയ സാഹചര്യമാണ്. ഇത് പ്രതിഷേധാർഹമാണ്. ഈ സമരം മുന്നോട്ട് പോകും. ഈ പണി തുടരുകയാണെങ്കിൽ അതിന്റെ ഓരോ പണികളിലും ഞങ്ങളുടെ മേൽനോട്ടം ഉണ്ടാവുമെന്ന് ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്നും ഇതിന്റെ ഓരോ പരിപാടികൾ കൃത്യതയോട് ചെയ്യുന്നതിന് വരെ ഞങ്ങൾ ഇതിന് പുറകെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്.